എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാൻ 2 കിലോ ബീഫ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, ഇഞ്ചി ചതച്ചത്, കുറച്ച് മുളക് പൊടി ഇത്രയും ഇട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വരത്തക്ക രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സവാള, ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത് ഇത്രയും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇച്ചിരി നമ്മൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ബീഫിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഗ്രേവിക്ക്. അതുകൊണ്ട് ഞാൻ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല പൊടിച്ചത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതും കൂടെ നമുക്ക് ഇതിലോട്ടിട്ടൊന്ന് അതിൻ്റെ ഒന്ന് പച്ച മണം മാറത്തക്ക രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ആ ബീഫ് വെന്ത് വന്നപ്പോൾ അതിനകത്തുനിന്നൊരു നല്ല വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ സവാളയും മസാലകളെല്ലാം കൂടെ അതിലൊന്ന് പിടിച്ച് നല്ല ഗ്രേവി നല്ല കുറുകി നമുക്ക് കിട്ടും. നമുക്ക് ഇതൊന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം ഒന്ന് വരട്ടിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ല കുറുകി കട്ടി കുറഞ്ഞ ബീഫ് കറി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കപ്പയുടെ കൂടെയാണ് കഴിക്കുന്നത്. കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ബീഫ് കറിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വീഡിയോയിൽ കാണാം.